ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. കേരളം ഇന്ന് വലിയൊരു മാറ്റത്തിൻ്റെ കുതിപ്പിൽ തന്നെയാണ്. ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നത്. ഞാനെന്നൊരു വ്യക്തിയല്ല. ചരിത്രമുറങ്ങുന്ന മുസിരിസിന്റെ പൈതൃക ഭൂമിയും ഭാരതീയ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവുമായ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസന കുതിപ്പിന് കരുത്തുപകരാൻ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നായകൻ VR സുനിൽകുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി 3ാം തവണയും ജനവിധി തേടുന്നു. കൊടുങ്ങല്ലൂരിന്റെ കെട്ടും മട്ടും മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ നാം കണ്ടത്. അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തി 5 നിലകളിലായി പുതിയ കെട്ടിട സമുച്ചയത്തോടു കൂടിയ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി, ചപ്പാറ സയൻസ് പാർക്ക്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടം, മേത്തല മിനി സ്റ്റേഷൻ, കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നവീകരണം, KKTM കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയം, മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആരാധനാലയങ്ങളുടെ നവീകരണം, 5 കോടി രൂപ ചെലവിൽ കരൂപ്പഴന്ന സ്കൂളിലെ ഹൈടെക് കെട്ടിടം, ആധുനികവൽക്കരിച്ച കുഴൂരിലെ ബൊട്ടാണിക്കൽ ഗവേഷണ കേന്ദ്രം, കയർ സംഘങ്ങളുടെ നവീകരണം, പ്രധാന റോഡുകളുടെ മെക്കാഡം ടാറിംഗ് തുടങ്ങി ഏകദേശം 28.2 കോടിയുടെ വിവിധ വികസന പദ്ധതികൾ മണ്ഡലത്തിലൊട്ടാകെ നടപ്പാക്കിയിട്ടുണ്ട്. അന്തരിച്ച മുൻ കൃഷിമന്ത്രിയായിരുന്ന സഖാവ് VK രാജന്റെയും സതി ടീച്ചറുടെയും മകനായ സഖാവ് സുനിൽകുമാറിന് രാഷ്ട്രീയം ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. അസ്മാബി കോളേജിൽ നിന്ന് ബിരുദവും ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും നിയമബിരുദവും നേടി. തുടർന്ന് സംസ്ഥാന തൊഴിൽ വകുപ്പിൽ ലീഗൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അദ്ദേഹം AISF, AIYF എന്നീ സംഘടനകളിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ചു. തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും സജീവമായ അദ്ദേഹം AITUC വഴി വിവിധ സംഘടനാപരമായ ചുമതലകൾ വഹിച്ചു. നിലവിൽ CPI ജില്ലാ കൗൺസിൽ അംഗമായും ദീർഘകാലം കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും സമരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന സുനിൽകുമാർ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസ് മർദ്ദനങ്ങളും ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള ഇടപെടലും വികസന കാഴ്ചപ്പാടും ചേർന്നാണ് VR സുനിൽകുമാർ ഇന്നും മുസിരിസിന്റെ സുമനസായി ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നത്. തുടരണം വികസനം, വളരണം നാട്, തുടരണം സഖാവ് സുനിൽകുമാർ. നമസ്കാരം. കനലിലെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് കടന്നിരിക്കുന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഖാവിനോടൊപ്പമാണ് ഇന്ന് കനൽ എത്തിച്ചേർന്നിരിക്കുന്നത്. VR സുനിൽകുമാർ, കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം VR സുനിൽകുമാർ. സ്വാഗതം കനലിലേക്ക്. സ്വാഗതം. ഇലക്ഷന്റെ തിരക്കുകൾ ചൂടുപിടിച്ചു അല്ലേ ഈ ചൂടത്തും? അപ്പം എങ്ങനെയാണ്, ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് അങ്ങ് ഈ ഒരു ഇലക്ഷനെ കാണുന്നത്? ബിക്കോസ് 10 വർഷത്തെ നമ്മുടെ തുടർച്ചയായ ഭരണം, അടുത്തതും ജനങ്ങൾ, മൂന്നാമതും നമ്മൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. എന്താണ് അങ്ങ് പറയാനുള്ളത്? 10 വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഒരു കുതിപ്പ് തന്നെയായി. എല്ലാ മേഖലകളിലും, വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ടൈം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷ സീറ്റുകൾ നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ വികസന പ്രവർത്തനത്തിൻ്റെ മാതൃക തന്നെയാണ്. കേരളം ഇന്ന് വലിയൊരു മാറ്റത്തിൻ്റെ കുതിപ്പിൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം 1300 ചില്ലാൻ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. യശസ്വരനായ സഖാവ് VK രാജന്റെ മകനാണ്. ആ ഒരു ലെഗസി എല്ലാവർക്കും അറിയാവുന്ന ഒരു ലെഗസിയാണ്. അപ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഒരു പാരമ്പര്യം കൂടെ മുറുകെ പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. എങ്ങനെ ഓർക്കുന്നു സഖാവിനെ? അച്ഛൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ എന്നേക്കാൾ ഉപരിയായിട്ട് VK രാജൻ്റെ മകൻ എന്നുള്ളൊരു വികാരം ഇന്നും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഗുണമാണ്, വിജയത്തിനും കാരണമാകുന്നുണ്ട്. നമ്മുടെ ഏതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോടൊപ്പം തന്നെ അച്ഛൻ്റെ വികാരവും ഈ മണ്ഡലത്തിൽ വിജയത്തിന് കാരണമാകുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ല, വളരെ മുൻതൂക്കം നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ പ്രാവശ്യം 5 നിയമസഭാ സീറ്റിലാണ് നമുക്ക് സ്ഥാനാർത്ഥികളുള്ളത് CPIക്ക്.
അപ്പം കൊടുങ്ങല്ലൂരും അതിൽ പെടുന്നു. കൊടുങ്ങല്ലൂർ ജനങ്ങളോടുള്ള ഇപ്പോൾ അങ്ങയുടെ ഈ ഒരു യാത്രയിൽ എങ്ങനെയാണ് ഒരു അനുഭവപ്പെടുന്നത്? ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നത്. ഞാനൊന്നൊരു വ്യക്തിയല്ല ഈ പ്രസ്ഥാനത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്ത നല്ല വശങ്ങളെല്ലാം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അതിൽ യാതൊരു സംശയവുമില്ല. യാത്ര തുടരുകയാണ്. എല്ലാവിധ ആശംസകളും സഖാവിന്. നന്ദി, സന്തോഷം.